ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് പ്രഭാഷകൻ 36, 37 അധ്യായങ്ങളാണ്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ ചോദ്യം, എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, കാരുണ്യപൂർവം കടാക്ഷിക്കണമേ എന്ന്. രണ്ടാമത്തെ ചോദ്യം, എല്ലാ ജനതകളും അങ്ങയെ എന്തിന് ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്ന്. 3, ആർക്കെതിരെ അങ്ങ് കരമുയർത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, അന്യ ജനതകൾക്കെതിരെ. 4, അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം, അന്യ ജനതകൾ. 5, അന്യജനതകളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ആരുടെ മുമ്പിൽ അവർ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, ഞങ്ങളുടെ മുമ്പിൽ. 6ാമത്തെ ചോദ്യം, അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച്. 7, ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. 8, എന്ത് അനുസ്മരിച്ചാണ് കാലത്തെ ത്വരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, വാഗ്ദാനം അനുസരിച്ച്. 9, അവശേഷിക്കുന്നവൻ അങ്ങയുടെ എന്തിൽ ദഹിക്കട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം, കോപാഗ്നിയിൽ. 10, അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, നാശമടയുകയും ചെയ്യട്ടെ എന്ന്. 11, ആരുടെ തലയാണ് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തലകൾ. 12, ആരുടെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശങ്ങൾ മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. 13, ആരുടെ മേലാണ് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിൻ്റെ മേൽ. 14, കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്. ഉത്തരം, ജെറുസലേം. 15, കർത്താവിൻ്റെ വിശ്രമ സങ്കേതം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്. ഉത്തരം, ജെറുസലേം. 16, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ആരെ നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, സിയോനെ നിറയ്ക്കണമേ എന്ന്. 17, അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ എന്ന്. 18, അങ്ങയുടെ എന്തിനാണ് സാക്ഷ്യം നൽകണമേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക്. 19, അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്താണ് പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം, പ്രവചനങ്ങൾ.
20 അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം പ്രതിഫലം നൽകണമേ എന്ന്. 21 അങ്ങയുടെ പ്രവാചകന്മാരുടെ എന്താണ് തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം വിശ്വാസ്യത. 22 അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത്. 23 ഭൂമിയിലുള്ള സകല ജനതകളും എന്തറിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന്. 24 ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നത് എന്താണ്? ഉത്തരം ഉദരം. 25 വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്താണ്? ഉത്തരം സൂക്ഷ്മബുദ്ധി. 26 സൂക്ഷ്മബുദ്ധി എന്തുപോലെയാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത്? ഉത്തരം നാവുകൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ. 27 ദുഃഖം വിതയ്ക്കുന്നത് എന്താണ്? ഉത്തരം കുടിലബുദ്ധി. 28 കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അതിന് പകരം വീട്ടുന്നത് ആരാണ്? ഉത്തരം അനുഭവസമ്പന്നൻ. 29 ഏതു പുരുഷനെയും സ്വീകരിക്കുന്നത് ആരാണ്? സ്ത്രീ. 30 പുരുഷൻ എല്ലാ സ്ത്രീകളെയും എങ്ങനെ പരിഗണിക്കുന്നില്ല? ഉത്തരം അനുരൂപകളായി പരിഗണിക്കുന്നില്ല. 31 പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്താണ്? ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം. 32 ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഉത്തരം അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതായിരിക്കുമ്പോൾ. 33 പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഉത്തരം അവൻ്റെ ഭാര്യ. 34 പുരുഷൻ്റെ തുണയും താങ്ങും ആരാണ്? ഉത്തരം അവൻ്റെ ഭാര്യ. 35 എങ്ങനെയുള്ള വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത്? ഉത്തരം വേലിയില്ലാത്ത വസ്തു. 36 നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ആരാണ്? ഉത്തരം ഭാര്യയില്ലാത്തവൻ. 37 നഗരം തോറും ചുറ്റി നടക്കുന്ന ആരെയാണ് ആര് വിശ്വസിക്കും എന്ന് ചോദിക്കുന്നത്? ഉത്തരം കൊള്ളക്കാരനെ. 38 വീടില്ലാതെ അലഞ്ഞു നടക്കുന്നവർ അന്തി ഉറങ്ങുന്നത് എവിടെയാണ്? ഉത്തരം എത്തുന്നിടത്ത് അന്തി ഉറങ്ങും. 39 പ്രഭാഷകൻ 37:1 പ്രകാരം എല്ലാവരും പറയുന്നത് എന്താണ്? ഉത്തരം ഞാനും നിന്റെ സ്നേഹിതനാണ് എന്ന്. 40 ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയുമെങ്കിലും അവരിൽ ചിലർ എങ്ങനെയുള്ളവരായിരിക്കും? ഉത്തരം നാമമാത്ര സുഹൃത്തുക്കൾ ആയിരിക്കും. 41 സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എങ്ങനെയുള്ള ദുഃഖമാണ്? ഉത്തരം മരണതുല്യമായ ദുഃഖം. 42 ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കുവാൻ നീ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നത്, എന്തിനുണ്ടായി എന്ന് ചോദിക്കുന്നത് ആരോടാണ്? ഉത്തരം ദുഷിച്ച ഭാവനയോട്. 43 കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം അവനെതിരായി തിരിയും. 44 ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഉദരപൂരണത്തിന് വേണ്ടി.
45 ഉദരപൂരണത്തിന് വേണ്ടി സഹായിക്കുന്ന സ്നേഹിതർ യുദ്ധം വരുമ്പോൾ അവന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഉത്തരം: അവന് വേണ്ടി പരിചയായി നിൽക്കും. 46 പ്രഭാഷകൻ 37:6 ആരെയാണ് മറക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം: സ്നേഹിതനെ. 47 എപ്പോഴാണ് സ്നേഹിതനെ അവഗണിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം: നിന്റെ ഐശ്വര്യകാലത്ത്. 48 എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ്? ഉത്തരം: മാർഗനിർദ്ദേശം. 49 ചില ഉപദേശകരുടെ ഉപദേശം എങ്ങനെയുള്ളതായിരിക്കും? ഉത്തരം: സ്വാർത്ഥപരമായിരിക്കും. 50 ഉപദേശകനെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഉത്തരം: അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. 51 ഉപദേശകന്റെ എന്താണ് ആദ്യം ഗ്രഹിക്കേണ്ടത്? ഉത്തരം: ലക്ഷ്യം. 52 നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ഉപദേശകൻ മാറി നിൽക്കുന്നത്? ഉത്തരം: നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുന്നതിനായിട്ട്. 53 പ്രഭാഷകൻ 37:10 ആരോടാണ് ഉപദേശം ചോദിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം: നിന്നെ സംശയിക്കുന്നവനോട്. 54 ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് ആരോടാണ്? ഉത്തരം: അസൂയാലുവിനോട്. 55 സ്ത്രീയോട് ആരെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പറയുന്നത്? അവളുടെ പ്രതിദ്വന്ദിയെ പറ്റി. 56 ഭീരുവിനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത്? ഉത്തരം: യുദ്ധത്തെപ്പറ്റി. 57 വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത്? ഉത്തരം: വിലയെപ്പറ്റി. 58 വിൽപ്പനയെപ്പറ്റി ആരോടാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വാങ്ങുന്നവനോട്. 59 നന്ദിയെപ്പറ്റി വിദ്വേഷിയോട് എന്ന പോലെ കരുണയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോടാണ്? ഉത്തരം: ക്രൂരനോട്. 60 അലസനോട് എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: അധ്വാനത്തെപ്പറ്റി. 61 ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്താണ് ആലോചിക്കരുതാത്തത്? ഉത്തരം: ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി. 62 മടിയനായ ദാസനോട് എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുത് എന്ന് പറയുന്നത്? ഉത്തരം: വലിയ ഉദ്യമത്തെപ്പറ്റി. 63 37:11 എത്ര തരക്കാരോടാണ് ഉപദേശം തേടരുതെന്ന് പറയുന്നത്? ഉത്തരം: 9 തരക്കാരോട്. 64 എന്തിൽ ഉറപ്പുള്ളവനോടാണ് ഒട്ടി നിൽക്കേണ്ടത്? ഉത്തരം: കൽപ്പനകൾ പാലിക്കുന്നതിൽ ഉറപ്പുള്ളവനോട്. 65 എല്ലാറ്റിനെയുംകാൾ വിശ്വാസ്യമായ ഉപദേശം ഏതാണ്? ഉത്തരം: നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം. 66 ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ്? ഉത്തരം: സ്വന്തം ഹൃദയം. 67 എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്ന് നിന്നെ നയിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. 68 എന്തിനു വേണ്ടിയാണ് അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് വേണ്ടി. 69 എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഉത്തരം: ചിന്ത.
70 എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? ഉത്തരം ആലോചനയുടെ തുടർച്ച. 71 ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഹൃദയത്തിൽ. 72 ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട്? ഉത്തരം 4 ശാഖകൾ. 73 ചിന്തയുടെ 4 ശാഖകൾ ഏതെല്ലാം? ഉത്തരം നന്മ, തിന്മ, ജീവൻ, മരണം. 74 ചിന്തയുടെ ശാഖകളുടെ നിയന്താവ് ആരാണ്? ഉത്തരം നാവ്. 75 മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥർ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? ഉത്തരം ബുദ്ധിശൂന്യരായി. 76 വാചാലതയുള്ളവൻ്റെ അനുഭവം എന്താണ്? ഉത്തരം പട്ടിണി. 77 വാചാലതയുള്ളവനെ കർത്താവ് അനുഗ്രഹിച്ചില്ല, കാരണമെന്ത്? ഉത്തരം ഒന്നിലും ജ്ഞാനം ഇല്ലാത്തതിനാൽ. 78 തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെയാണ് ഒതുങ്ങുന്നത്? ഉത്തരം അവൻ്റെ വാക്കുകളിൽ. 79 ആരാണ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത്? ഉത്തരം ജ്ഞാനി. 80 ആരുടെ വിവേകത്തിൻ്റെ ഫലമാണ് വിശ്വസനീയമായിട്ടുള്ളത്? ഉത്തരം ജ്ഞാനിയുടെ. 81 ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് എന്താണ്? ഉത്തരം സ്തുതി. 82 കാണുന്നവരെല്ലാം ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ജ്ഞാനിയെ. 83 ആരുടെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത്? ഉത്തരം മനുഷ്യൻ്റെ. 84 ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതമായിട്ടുള്ളത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദിനങ്ങൾ. 85 സ്വജനമധ്യേ ആദരം നേടുന്നത് ആരാണ്? ഉത്തരം ജ്ഞാനി. 86 ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ഉത്തരം സ്വജനമധ്യേ ആദരം നേടുന്ന ജ്ഞാനിയുടെ നാമം. 87 ജീവിച്ചിരിക്കെ ആത്മശോധന നടത്തുന്നതോടൊപ്പം എന്താണ് ചെയ്യരുതെന്ന് പറയുന്നത്? ഉത്തരം ഹാനികരമായത് ചെയ്യരുത്. 88 എല്ലാവർക്കും എല്ലാം നന്നല്ല, ഡാഷ് എല്ലാം ആസ്വദിക്കുന്നുമില്ല. ഉത്തരം എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. 89 അതിരു കവിഞ്ഞ അഭിനിവേശം അരുത് എന്ന് പറയുന്നത് എന്തിലാണ്? ഉത്തരം ആഡംബരത്തിൽ. 90 എന്തിലാണ് ആർത്തി കാണിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം ഭക്ഷണത്തിൽ. 91 എന്താണ് രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം അമിതാഹാരം. 92 ദഹനക്ഷയം ഉണ്ടാക്കുന്നത് എന്താണ്? ഉത്തരം അമിത ഭോജനം. 93 അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഉത്തരം അമിതഭോജനം. 94 അമിതഭോജനം നിയന്ത്രിക്കുന്നവന് എന്താണ് ഉണ്ടാകുന്നത്? ഉത്തരം ദീർഘായുസ്. 95 ദീർഘായുസ് ഉണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം അമിതഭോജനം നിയന്ത്രിക്കുന്നവൻ. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറാണ് എഴുതിയിട്ടുള്ളത്. നന്നായി പഠിക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.